നമസ്കാരം. +1 ഫിസിക്സിന് സീമ ടീച്ചർ പ്രിപ്പയർ ചെയ്ത ഫോക്കസ് ഏരിയ ബേസ്ഡ് നോട്ട്സ് ആസ്പദമാക്കിയുള്ള ക്യൂബ് റിവിഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ 9 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. 3 ഫോക്കസ് ഏരിയ ടോപ്പിക്സേ ഉള്ളൂ. സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, ഹൂക്സ് ലോ, സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ആകെ 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാനാവുന്നത്. എന്നിരുന്നാലും സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഒരു വസ്തുവിന് രൂപമാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഡിഫോമിംഗ് ഫോഴ്സ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ വസ്തു പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് ശ്രമിക്കുമെന്ന് നമുക്കറിയാം. അതിനുവേണ്ടി വസ്തുവിനെ സഹായിക്കുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. Thus, restoring force per unit area is called stress. യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് സ്ട്രെസ്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. സിമ്പിൾ PA. ക്യാപിറ്റൽ Pയും സ്മോൾ എയും ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. ഇങ്ങനെ സ്ട്രെസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ, അതിനെയാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിനിന് ഡയമെൻഷൻ ഒന്നുമില്ല. 3 തരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനുമാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെസ്, ഹൈഡ്രോളിക് സ്ട്രെസ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ, ഹൈഡ്രോളിക് സ്ട്രെയിൻ ഇവയുണ്ട്. ഒരു സിലിണ്ടറിക്കൽ റോഡോ വയറോ എന്തെങ്കിലും കൺസിഡർ ചെയ്താൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ മനസ്സിലാക്കാൻ എളുപ്പമാണ്. Longitudinal strain is defined as the ratio of the change of length delta L to the original length capital L of the body. Shearing strain എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡയഗ്രാം നോക്കുക. സിലിണ്ടറിലാണ് ഇവിടെ ഷിയറിംഗ് ആംഗിൾ കാണിച്ചിരിക്കുന്നത്. ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു. Capital L is the length of the cylinder. Then look at the figure. When theta is very small, tan theta is approximately theta. That we know. അങ്ങനെ ആവുമ്പോൾ ഷെയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത് tan theta equal to delta x by L ആണ്. ഓക്കെ. വോളിയം സ്ട്രെയിന് ഹൈഡ്രോളിക് സ്ട്രെയിൻ എന്നും പറയാറുണ്ട്. Volume strain is the ratio of the change in volume delta V to the original volume capital B. ഇനി നമുക്ക് ഹൂക്സ് ലോ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. For small deformation, the stress is proportional to strain. Then the ratio stress by strain equal to a constant. The constant K is called the modulus of elasticity. Modulus of elasticity യൂണിറ്റും ഡയമെൻഷനും സ്ട്രെസ്സിൻ്റെത് തന്നെയാണ്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ എന്നതാണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രെസ് സ്ട്രെയിൻ കർവാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലീസ് സീ ദ ഡിഫറെന്റ് റീജിയൻസ് ആൻഡ് പോയിന്റ്സ് ഓൺ ദ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. വി കൺസിഡർ എ ടെസ്റ്റ് സിലിണ്ടർ ഓർ എ വയർ. ഫോഴ്സ് അപ്ലൈ ചെയ്ത് അതിനെ സ്ട്രെച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്ലൈഡ് സ്ട്രെസ് അതിനനുസരിച്ച് സ്ട്രെയിൻ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് രേഖപ്പെടുത്തും. ദെൻ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഈസ് പ്ലോട്ടഡ്. വി സീ ദാറ്റ് ഇൻ ദ റീജിയൻ ബിറ്റ്വീൻ 0 to A the curve is linear. That means Hooke's law is obeyed. A to B റീജിയനിൽ സ്ട്രെസ് സ്ട്രെയിന് പ്രൊപ്പോർഷണൽ അല്ല എ മുതൽ ബി വരെയുള്ള റീജിയനിൽ. എന്നിരുന്നാലും ലോഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും ബോഡി ഒറിജിനൽ ഡയമെൻഷൻ റീഗെയിൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ദിസ് പോയിന്റ് ബി ഈസ് കോൾഡ് ദി yield point or elastic limit and the corresponding strength is called the yield strength. പോയിന്റ് ബി എത്തിയതിനു ശേഷം പിന്നെ ലോഡ് ഇടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? സ്ട്രെസ് എത്ര ചെറുതാണെങ്കിൽ പോലും സ്ട്രെയിൻ റാപ്പിഡ് ആയിട്ട് കൂടുന്നത് കാണാം. അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ് റിമൂവ് ചെയ്താലും വസ്തു പഴയ അവസ്ഥ, അതായത് സ്ട്രെസ് 0 ആയിരുന്നാലും സ്ട്രെയിൻ ഉണ്ടായിരിക്കുന്ന അവസ്ഥ,
അതിനെ പറയുന്ന പേരാണ് പെർമനന്റ് സെറ്റ്. ഈ അവസ്ഥയിൽ വസ്തുവിന് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ആണ് സംഭവിക്കുന്നത്. സി എന്ന പോയിന്റിന് ശേഷം പ്ലാസ്റ്റിക് ബിഹേവിയർ ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ കമ്പി അല്ലെങ്കിൽ റോഡ് വളച്ചാൽ വളഞ്ഞതുപോലെ തന്നെ ഇരിക്കും, വളവ് നിവരുകയില്ല. ഡി എന്ന പോയിന്റ് വരെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് ആണെന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നെയും ലോഡ് കൂട്ടി ഇ എന്ന പോയിന്റിലേക്ക് എത്തുമ്പോഴേക്കും വസ്തു ഫ്രാക്ചർ ആവും. ഡി ഇ ഈ രണ്ട് പോയിന്റ്സ് നോക്കുക. ഡിയും ഇയും അടുത്തടുത്താണെങ്കിൽ മെറ്റീരിയൽ ബ്രിട്ടിലായിരിക്കും. അതായത് ഡിയും പോയിന്റ്സ് അടുത്തടുത്താണെങ്കിൽ ആ മെറ്റീരിയലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഒടിയുന്നതായിരിക്കും. ഇനി ഡിയും ഇയും നന്നായിട്ട് സെപ്പറേറ്റഡ് ആണെങ്കിൽ, ഇടയിൽ നല്ല ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കാണാൻ സാധിക്കുക ആ മെറ്റീരിയൽ ഡക്റ്റൈൽ ആണെന്നാണ്. എന്ന് വെച്ചാൽ അതിനെ നന്നായിട്ട് വളയ്ക്കാൻ പറ്റും, വലിച്ചു നീട്ടാൻ പറ്റും, അല്ലെങ്കിൽ അതിപ്പോൾ അത്ര പെട്ടെന്നൊന്നും പൊട്ടാത്തതാണ്. ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്നത് സാമാന്യം ഡക്റ്റൈൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവ് തന്നിട്ട് മെറ്റീരിയലിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്ലോപ്പ് നോക്കണം. സ്ലോപ്പ് ഓഫ് ദി സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഗീവ്സ് ദി മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി ആണ് നമുക്കറിയാം. ഇവിടെ സ്ലോപ്പ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് എക്കാണ്. അതായത് എയുടെ സ്ട്രെയിൻ എക്സ് ആക്സിസിൽ കാണുന്നത് അത് കുറവല്ലേ, അപ്പോൾ എക്ക് ആണ് സ്ലോപ്പ് കൂടുതലായിട്ടുണ്ടാവുക. അതായത് എ ആണ് മോർ ഇലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നതെന്ന് പറയാം. ബിക്ക് എയേക്കാളും ഇലാസ്റ്റിസിറ്റി കുറവാണ്, ബിയേക്കാളും ഇലാസ്റ്റിസിറ്റി കുറവുള്ളതാണ് സി. അടുത്ത സെറ്റ് ഗ്രാഫുകൾ നോക്കുക. ചോദിച്ചിരിക്കുന്നത് ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക്, ഏതാണ് സ്ട്രോങ്ങർ, ഏതാണ് മോർ ഡക്റ്റൈൽ എന്നൊക്കെയാണ്. എയും ബിയും നോക്കുമ്പോൾ എക്കാണ് സ്ലോപ്പ് കൂടുതലായിട്ടുള്ളത്, അതുകൊണ്ട് എ മോർ ഇലാസ്റ്റിക് ആണെന്ന് പറയാം. ഫ്രാക്ചർ പോയിന്റ് കൂടുതലായിട്ടുള്ളത് എക്കാണ്, അതുകൊണ്ട് എ ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ ബി എന്ന് പറയാം. ഫ്രാക്ചർ പോയിന്റ് ഫാർ അപ്പാർട്ട് ആയിട്ടുള്ളത് എക്കാണ്, അതുകൊണ്ട് എയുടെ കാര്യത്തിൽ അത് ഡക്റ്റൈൽ ആണെന്നും പറയാൻ പറ്റും. എ ബിയേക്കാളും നന്നായിട്ട് വലിച്ചു നീട്ടാൻ പറ്റുമെന്നാണ് എ ഈസ് മോർ ഡക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. ചാപ്റ്റർ 10 മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. 60-ൽ 4 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതെങ്കിലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാമെന്നുള്ളതുകൊണ്ട് പ്രാധാന്യത്തോട് പഠിച്ചിരിക്കണം. ആദ്യം തന്നെ പാസ്കൽസ് ലോ പ്രകാരം ഒരു കണ്ടിന്യൂസ് ഫ്ലൂയിഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അനുഭവപ്പെടുന്ന പ്രഷർ ഈക്വൽ ആയിട്ട് അൺഡിമിനിഷ്ഡ് ആയിട്ട് എല്ലാ ഡയറക്ഷൻസിലേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കണ്ടിന്യൂസ് ഫ്ലൂയിഡ്, അതായത് വെള്ളം എടുത്തിരിക്കുന്ന ട്യൂബിന്റെ സ്മോളർ ഏരിയ ഉള്ള ഭാഗത്തെ പിസ്റ്റന്റെ ഏരിയ A1 ആണെന്നിരിക്കട്ടെ, അതിൽ കൊടുക്കുന്ന ഫോഴ്സ് F1 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ P = F1/A1 ആയിരിക്കും. ഈ പ്രഷർ തന്നെ ലാർജർ പിസ്റ്റണിലും അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. സോ ലാർജർ പിസ്റ്റന്റെ ഏരിയ A2ഉം അതിലേക്ക് ചെല്ലുന്ന ഫോഴ്സ് F2 ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും F2 = P × A2 എന്നുള്ളത്. പ്രഷറിന്റെ വാല്യൂ ഇക്വേഷൻ 1 നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ F2 = F1/A1 × A2, ദെൻ F2 = F1 × A2/A1. ഓക്കെ, അപ്പം ഏരിയ ലാർജർ പിസ്റ്റണിൽ വരുന്ന ഏരിയ വളരെ കൂടുതലാണെന്ന് നമുക്കറിയാം. സോ ഇവിടെ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു ഹെവി ലോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഇക്വേഷൻ പ്രകാരം മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഒരു സ്റ്റഡി സ്ട്രീംലൈൻ ഫ്ലോ ഓഫ് ആൻ ഐഡിയൽ ലിക്വിഡ് പരിഗണിക്കുമ്പോൾ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഡയഗ്രത്തില് എല്ലാം വ്യക്തമാണ്. ഒരു ട്യൂബിൽ കൂടി ഒരു ഐഡിയൽ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്ന കേസാണ് കാണിച്ചിരിക്കുന്നത്.
രണ്ട് ഹൈറ്റുകൾ കാണിച്ചിട്ടുണ്ട്. H1 H2 റഫറൻസ് ലെവലിൽ നിന്നും ഉള്ള ഹൈറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. പല ക്രോസ് സെക്ഷനുകളായിട്ട് കാണിച്ചിട്ടുണ്ട്. ക്രോസ് സെക്ഷനുകൾ വ്യത്യാസമാണ്. എങ്ങനെയായാലും അവിടുത്തെ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും ടോട്ടൽ എനർജി ഫ്ലൂയിഡിന്റെ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഡയഗ്രാം വിശദമായി പരിശോധിക്കുക. P1 pressure applied at the point A, P2 pressure applied at the point B, A1 area of cross section at A, A2 area of cross section at B, H1 height of cross section at A, H2 height of cross section at B, V1 velocity of liquid at A, V2 velocity of liquid at B, then rho is the density of the liquid. ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് എല്ലായിടത്തും ഒന്ന് തന്നെയായിരിക്കും. കാരണം ഒരേ ലിക്വിഡ് തന്നെയല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഡയഗ്രാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ കുറഞ്ഞ ഹൈറ്റിൽ നിന്ന് കൂടിയ ഹൈറ്റിലേക്കാണ് ദ്രാവകത്തിന്റെ ഫ്ലോ കൺസിഡർ ചെയ്യുന്നത്. അവിടെ വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് വേണം. മോട്ടർ അടിച്ചാലേ വെള്ളം താഴത്തു നിന്ന് ടാങ്കിലേക്ക് കയറുകയുള്ളൂ. വർക്ക് ഡൺ ഓൺ ദ ഫ്ലൂയിഡ് ആണ് അവിടെ. So work done on the fluid W1 minus W2 equal to P1 minus P2 into delta V. Change in pressure into change in volume. Gravitational potential energy എന്ന് പറഞ്ഞു കഴിഞ്ഞാല് P equal to mgh ആണെന്ന് അറിയാലോ. മാസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൻസിറ്റി ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം എന്ന് എടുക്കാം. ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് H2 മൈനസ് H1 എന്ന് എടുക്കാം. അതുപോലെ കൈനറ്റിക് എനർജി പറയുമ്പോൾ K equal to half mv square. Half mന് പകരം rho into delta V. Density into change in volume. V square കറസ്പോണ്ടിങ് ആയിട്ട് V2 square minus V1 square. ഇനി വർക്ക് എനർജി തിയറി എന്താണ് പറയുന്നത്? ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രയോജനപ്പെടുത്തുന്നത്. എന്തിനെല്ലാം വേണ്ടിയിട്ട്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിക്ക് വേണ്ടിയും ദ്രാവകം ഒഴുകുമ്പോഴുള്ള കൈനറ്റിക് എനർജിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അതാണ് ഈ ഇക്വേഷൻ. P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ വി ഈക്വൽ ടു ഹാഫ് റോ ഡെൽറ്റ വി ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ ജി ഡെൽറ്റ വി ഇൻറ്റു H2 മൈനസ് H1. ഈ ഇക്വേഷനെ നമുക്ക് ഡെൽറ്റ വി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ കിട്ടുന്നത് P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് റോ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് റോ ജി ഇൻറ്റു H2 മൈനസ് H1. ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുകയാണ്. പോസിറ്റീവ് ടേംസ് എല്ലാം ഒരുമിച്ചും നെഗറ്റീവ് ടേംസ് എല്ലാം ഒരുമിച്ചും. അപ്പൊ സമചിഹ്നത്തിന്റെ ഇരുവശത്തും എന്ത് മാത്രം വരുന്നത്? പോസിറ്റീവ് ടേംസ് മാത്രമായിരിക്കും വരുന്നത്. സോ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ ജി H1 ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ ജി H2. ദിസ് ഈസ് our Bernoulli's equation. Okay, ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെ ജനറലൈസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ ജി H ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഈ ഇക്വേഷനെ തന്നെ പെർ യൂണിറ്റ് മാസ്, പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്, അതുപോലെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ്, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് എഴുതുമ്പോൾ വരുന്നതാണ് P ബൈ റോ പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് GH ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നത്. ഓക്കെ, അവസാനം എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എല്ലാത്തിനും ആദ്യത്തെ ഇക്വേഷൻ തന്നെയാണ്. അത് വേറൊരു രീതിയിൽ പെർ യൂണിറ്റ് മാസ് എങ്ങനെയായിരിക്കും ടോട്ടൽ എനർജി വരിക എന്നതാണ് വിശദമാക്കുന്നത്. ക്ലിയർ? ചാപ്റ്റർ 11 തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ 11, 12, 13, 14, 15 ഈ 5 ചാപ്റ്ററുകളിൽ നിന്നായി പരമാവധി 10 മാർക്കിന്റെ ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഓരോന്നിൽ നിന്നും 2 മാർക്ക് വീതം. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ആദ്യം തന്നെ ലീനിയർ എക്സ്പാൻഷൻ, ഏരിയൽ എക്സ്പാൻഷൻ, വോളിയം എക്സ്പാൻഷൻ ഇവയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻക്രീസ് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ് എടുക്കുന്നത്. ഏരിയൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ ഇൻ റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഇൻക്രീസ് ഇൻ വോളിയം എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ്. ഇനി നമുക്ക് ഈ 3 കാര്യങ്ങളെ സംബന്ധിക്കുന്ന
കോഎഫിഷ്യൻസിന്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എൽ, കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ആൽഫ എ, കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ആൽഫ വി. ആദ്യം തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനും കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി എന്നാണ് ഇക്വേഷൻ നമുക്കറിയാം. അപ്പോൾ ഏരിയയിലുള്ള വ്യത്യാസം കൺസിഡർ ചെയ്യുമ്പോൾ ഡെൽറ്റ എ ഈക്വൽ ടു ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത് എൽ ആയിരുന്നല്ലോ, പിന്നെ ലെങ്ത് എൽ പ്ലസ് ഡെൽറ്റ എൽ ആയിട്ട് മാറും. അപ്പോൾ ഏരിയയിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ആണ്. ഓക്കെ, ഒരു സ്ക്വയർ പീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സൈഡ് ലെങ്ത് എൽ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഏരിയ എൽ സ്ക്വയർ ആണ്, ചൂടാക്കിയതിന് ശേഷമുള്ള ഏരിയ എന്ന് പറയുന്നത് എൽ പ്ലസ് ഡെൽറ്റ എൽ ദി ഹോൾ സ്ക്വയർ ആണ്. ഹയർ ഓർഡർ ടേംസ് ആയിട്ട് ഡെൽറ്റ എൽ സ്ക്വയർ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും, കാരണം റൈസ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഡെൽറ്റ എ ഈക്വൽ ടു 2L ഡെൽറ്റ എൽ എന്ന് കിട്ടും. നമ്മുടെ ഏരിയയുടെ എക്സ്പ്രഷൻ എൽ സ്ക്വയർ ആണ്. സോ ആൽഫ എ ഈക്വൽ ടു 2L ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ സ്ക്വയർ ഡെൽറ്റ ടി എന്ന് വരും. ആദ്യത്തെ ഇക്വേഷൻ ഡെൽറ്റ എ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടിയിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് കിട്ടുക ആൽഫ എ ഈക്വൽ ടു 2 ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. വാട്ട് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി? അത് നമ്മുടെ ആൽഫ എൽ ആണ്. സോ ആൽഫ എ ഈക്വൽ ടു 2 ആൽഫ എൽ. കോഎഫിഷ്യന്റ് ഓഫ് ഏരിയൽ എക്സ്പാൻഷൻ ഇസ് ഈക്വൽ ടു ട്വൈസ് ദി കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ആൽഫ എല്ലും ആൽഫ വിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. അതായത് ലീനിയർ എക്സ്പാൻസിവിറ്റിയും വോളിയം എക്സ്പാൻസിവിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. വോളിയം എക്സ്പാൻസിവിറ്റി നമുക്കറിയാം ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി ഡെൽറ്റ ടി എന്നുള്ളതാണ്. അപ്പോൾ എൽ ലെങ്ത് ഉള്ള ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വോളിയം എൽ ക്യൂബ് ആണല്ലോ. ചേഞ്ച് ഇൻ വോളിയം ആഫ്റ്റർ എക്സ്പാൻഷൻ എത്രയായിരിക്കും? എൽ പ്ലസ് ഡെൽറ്റ എൽ ദ ഹോൾ ക്യൂബ് മൈനസ് എൽ ക്യൂബ് ആയിരിക്കും. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഹയർ ഓർഡർ ടേംസ് ആയിട്ടുള്ള ഡെൽറ്റ എൽ സ്ക്വയറും ഡെൽറ്റ എൽ ക്യൂബും നെഗ്ലക്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെ വരുന്നത് 3L സ്ക്വയർ ഡെൽറ്റ എൽ മാത്രമായിരിക്കും. എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3A സ്ക്വയർ ബി പ്ലസ് 3AB സ്ക്വയർ പ്ലസ് ബി ക്യൂബ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ടേം എൽ ക്യൂബുമായിട്ട് ക്യാൻസൽ ആയി പോകും. പിന്നെയുള്ളത് 3L സ്ക്വയർ ഡെൽറ്റ എൽ ആണ്. അടുത്ത ടേം 3L ഡെൽറ്റ എൽ സ്ക്വയർ ആണ്, അത് പോവും. പിന്നെ ഡെൽറ്റ എൽ ക്യൂബും പോവും ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്ട് ചെയ്യുമ്പോൾ. പിന്നെ വി എന്ന് പറയുന്നത് എൽ ക്യൂബ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൽഫ വിയുടെ ഇക്വേഷനിൽ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അന്നേരം കിട്ടുന്നത് 3 ഇൻറ്റു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടിക്ക് പകരം ആൽഫ എൽ എന്ന് കൊടുക്കുമ്പോൾ വി ക്യാൻ ഹാവ് ആൽഫ വി ഈക്വൽ ടു 3 ഡെൽറ്റ എൽ. ഓക്കെ, അപ്പോൾ ലീനിയർ എക്സ്പാൻഷനും ഏരിയൽ എക്സ്പാൻഷനും വോളിയം എക്സ്പാൻഷനും തമ്മിൽ റിലേഷൻഷിപ്പ് എടുക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ വി ഈക്വൽ ടു 1:2:3 എന്നാണ്. എ പാർട്ട് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ബി പാർട്ട് ഒരു പ്രോബ്ലം ആണ്. എ പാർട്ട് എക്സ്പ്ലെയിൻ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ സവിശേഷ സ്വഭാവം നമുക്കറിയാവുന്നതാണ്. As the temperature of water increases from 0 degrees Celsius to higher temperature, its volume decreases up to 4 degrees Celsius, reaches a minimum volume and then increases. അതായത് വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ചൂടാക്കിക്കൊണ്ടിരുന്നാൽ മറ്റ് ദ്രാവകങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് 4 ഡിഗ്രി സെൽഷ്യസ് വരെ വോളിയം കുറയുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കുറച്ച് വോളിയം കൈവരിക 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. എന്ന് വെച്ചാൽ ഡെൻസിറ്റി മാക്സിമം ആകുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? വോളിയം ഇൻക്രീസ് ചെയ്യും. സാധാരണ പോലെ തന്നെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഫോർ ടെമ്പറേച്ചർ എബോവ് 4 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ എക്സ്പാൻഡ്സ് ആൻഡ് ഡെൻസിറ്റി ഡിക്രീസസ് കണ്ടിന്യൂസ്ലി. അതാണ് നമ്മുടെ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. വോളിയവും ടെമ്പറേച്ചറും കൂടി എടുത്ത് ഗ്രാഫ് വരച്ച് കാണിച്ചിരിക്കുന്നത്. പ്രോബ്ലം നോക്കാം.
Calculate the amount of heat energy required to convert 10 kilogram of water at 100 degrees Celsius to steam at 100 degrees Celsius. Okay. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിലെ 10 കിലോഗ്രാം വാട്ടറിനെ 100 ഡിഗ്രി സെൽഷ്യസിലെ സ്റ്റീം ആക്കി മാറ്റാനായിട്ട് എത്രത്തോളം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി വേണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ Q ഈക്വൽ ടു M into L. സോ L തന്നിട്ടുണ്ട്, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ 22.6 into 10 power 5 joules per kilogram. സോ മാസ് മാത്രം എടുത്താൽ മതി, കൊടുത്താൽ മതി 10 kilogram. So M is 10 kilogram and L is the given value 22.6 into 10 power 5. You will get the answer 22.6 into 10 power 6 joule. ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എനർജിയാണ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള 10 കിലോ വെള്ളത്തെ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം ആക്കി മാറ്റുവാൻ ആവശ്യമുള്ളത്. തടാകങ്ങളിലും മറ്റും മുകൾ വശത്ത് സർഫസില് ആദ്യം വെള്ളം തണുത്തുറയുന്നത് എന്തുകൊണ്ടാണെന്ന് അനോമലസ് എക്സ്പാൻഷൻ പ്രകാരം വിശദീകരിക്കാൻ പറ്റും. Why the bodies of water such as lakes and ponds freeze at the top first? വെള്ളം 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുത്തു വരുമ്പോൾ ഉപരിതലത്തിലെ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുകയും അത് ഉപരിതലത്തിൽ നിന്ന് താഴത്തേക്ക് വരികയും ചെയ്യുന്നു. As a lake cools towards 4 degrees Celsius, water near the surface becomes denser and sinks. അപ്പോ ഡെൻസിറ്റി കുറവുള്ള വെള്ളം മുകളിലേക്ക് വരുന്നു. ഈ വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് തണുക്കുമ്പോൾ ഫ്രീസിംഗ് ഉണ്ടാവും. ഡെൻസിറ്റി കുറവായതുകൊണ്ട് സർഫസിൽ തന്നെ അത് നിലനിൽക്കുന്നതിന് കാരണമാകുന്നു. ഓക്കെ, ഇനി ഏതാനും 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ പോസ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മതിയാവും. ബോയിലിംഗ് പോയിന്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രഷർ അനുസരിച്ച് ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസം വരും. പ്രഷർ കൂടുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കൂടും, പ്രഷർ കുറയുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറയും. കുക്കിംഗ് ഹിൽസിൽ ഡിഫിക്കൽട്ട് ആവാൻ കാരണം അവിടെ പ്രഷർ കുറയുമ്പോഴത്തേക്കും ബോയിലിംഗ് കുറയുന്നതാണ്. സീ ലെവലിലുള്ളതിനേക്കാളും പ്രഷർ വളരെ കുറവാണ് ഹിൽസിന്റെ മുകളിലാവുമ്പോൾ. അപ്പോൾ ബോയിൽ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, കുക്കിങ്ങിന് ഒരുപാട് സമയമെടുക്കും. സോ കുക്കിംഗ് ഈസ് ഡിഫിക്കൾട്ട് ഓൺ ഹിൽസ്. പിന്നെ പ്രഷർ കുക്കിങ്ങിന്റെ പ്രാധാന്യമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രഷർ കുക്കിംഗ് നമുക്കറിയാം, പ്രഷർ കുക്കിംഗ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് പ്രഷർ അനുസരിച്ച് കൂടും. അപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, boiling point is increased inside the pressure cooker by increasing the pressure. Okay, so cooking becomes faster. ഇനി സബ്ലിമേഷൻ തന്നിട്ടുണ്ട്. സബ്ലിമേഷന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഡ്രൈ ഐസിന്റെ കേസിലും അയഡിന്റെ കേസിലുമാണ്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റിൽ നിന്നും വേപ്പർ സ്റ്റേറ്റിലേക്ക് ലിക്വിഡ് സ്റ്റേറ്റിൽ കൂടി കടന്നു പോകാതെ ഉള്ള ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. Define latent heat, the amount of heat per unit mass transferred during the change of state. അപ്പം എത്രത്തോളം ഹീറ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്, അതിന്റെ അളവാണ് ലേറ്റന്റ് ഹീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ L equal to Q by M. യൂണിറ്റ് ഈസ് ജൂൾ പെർ കിലോഗ്രാം. ഇനി ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് വാട്ടർ എത്രയാന്ന് നോക്കാം. അത് 3.33 into 10 power 5 joule per kilogram ആണ്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ അത് 22.6 into 10 power 5 joule per kilogram ആണ്. ഓക്കെ, why burns from steam are usually more serious than those from boiling water? തിളച്ച വെള്ളം വീണ് പൊള്ളലുണ്ടാവുന്നതിനേക്കാളും കൂടുതൽ സീരിയസ് ആവുന്നത് ആവി അടിച്ച് പൊള്ളലുണ്ടാവുമ്പോഴാണ്. കാരണം എന്താണ്? അതിന്റെ ഉത്തരം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ
ഓഫ് വാട്ടർ ഈസ് 22.6 into 10⁵ joules per kilogram. അപ്പൊ അതിനകത്ത് കൂടുതൽ ഹീറ്റ് കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് വരുന്നത്? ആവി അടിച്ച് പൊള്ളലുണ്ടാവുമ്പോ കൂടുതൽ സീരിയസ് ആവുന്നത്. പാഠഭാഗങ്ങൾ ഓടിച്ചൊന്ന് പറഞ്ഞു പോവുക മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളൂ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണം എന്നുള്ളവർ അവ റെഫർ ചെയ്യണം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. എല്ലാവർക്കും നന്നായി പഠിക്കാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.